വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കേരളപ്പിറവി ദിനമായിട്ട് കേരളം ഒരു വലിയ അച്ചീവ്മെന്റ് നേടിയിരിക്കുകയാണ്. വലിയ അച്ചീവ്മെന്റ്. അതായത് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഞാൻ ആദ്യം കണ്ട ഫേസ്ബുക്കിലെ പോസ്റ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ, അദ്ദേഹത്തിന്റെ പോസ്റ്റാണ്. അദ്ദേഹം വളരെ അഭിമാന പുരസ്സരം ഇട്ടിരിക്കുന്നു. ഇന്നു മുതൽ കേരളത്തിൽ അതിദരിദ്രർ ഇല്ല. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഈ അച്ചീവ്മെന്റ് നേടുന്ന. ഇത് കേട്ടിട്ട് എന്നോട് തന്നെ അഭിമാനം തോന്നി. ഞാൻ 2 മിനിറ്റ് മൗനമാചരിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോ ഇദ്ദേഹം ഈ പോസ്റ്റ് ഇടുമ്പോൾ കേരളത്തിൽ അതിദരിദ്രർ ഇല്ലാതാകുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു കിനാശേരി, അത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട് ഇത് ഗിമിക്കാണ്, ഇത് ഫേക്ക് ആണ്, ഇത് പിണറായി സർക്കാരിന്റെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഇത് അതിദരിദ്രർ എത്ര പേരുണ്ട്? എന്താണ് ഈ അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡം? ഈ അതിദാരിദ്ര്യം നിങ്ങൾ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്തത്? ഈ അതിദാരിദ്ര്യം ഉണ്ടാകുന്ന ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന്റെ മറ്റു വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാകാനുള്ള മറ്റു ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ ആ ഘടകങ്ങൾ നമ്മൾ ഇത് ചെയ്താൽ മാത്രമല്ലേ അതിദാരിദ്ര്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ കേന്ദ്രം റേഷൻ കൊടുത്തില്ലെങ്കിൽ കേരളത്തിലെ അതിദരിദ്രർ അതിലും വലിയ പട്ടിണിയിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാം. രാവിലെ ഞാൻ ഇന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ 47 ടണ്ണോ എത്രയോ കിലോ റേഷൻ അരി മറിച്ചു വിറ്റിരിക്കുന്നു നമ്മുടെ കേരളം. മറിച്ചു വിറ്റ്, സീരിയസ്ലി. അതിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പൊ അതിദരിദ്രരില്ലല്ലോ, ഇനി എന്തിനാ റേഷൻ? ആൾക്കാർക്ക് അതിദരിദ്രരില്ലാത്ത കേരളത്തിൽ റേഷൻ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ അതെടുത്ത് മറിച്ചു. വല്ലാത്ത ഇവരുടെ എക്സ്പ്ലനേഷൻസ് ഒക്കെ വല്ലാത്ത രസകരമാണ്. അന്നും അത് വിശ്വസിക്കാൻ ജനങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റുമാണ് എന്നുള്ളതാണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റ് ആണ് എനിക്കത്. പക്ഷേ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ പഞ്ചപുച്ഛമടക്കി നിന്ന് കേൾക്കുന്നത് കൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പിണറായി സർക്കാരിനോട് എനിക്കും താല്പര്യമുണ്ട്. കാരണം മോദി എന്ത് ചെയ്താലും അദ്ദേഹം ഇതിവിടെ നടപ്പിലാക്കും. പിണറായി സർക്കാരെ എല്ലാം ഇപ്പൊ NEP ഇവിടെ നടപ്പിലാക്കില്ല എന്ന് CPM-ഉം CPI-യും പറയുന്നുണ്ടല്ലോ. പക്ഷെ 2003 തന്നെ CPI നിയന്ത്രിക്കുന്ന കാർഷിക സർവകലാശാലയിൽ NEP നടപ്പിലാക്കി അവരവിടെ പഠിപ്പിച്ചും തുടങ്ങി. സഖാക്കന്മാരെ അവിടെ പഠിക്കുന്ന ഈ സാധനം, സഖാക്കന്മാരെ അതോട് പഠിച്ചു. എന്നിട്ടാണ് CPI വന്നിട്ട് ഇവരുമായിട്ട് അടി ഉണ്ടാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ PM ശ്രീയിൽ ഒപ്പുവെക്കുമ്പോൾ ഇവിടെയുള്ള മുസ്ലിം സംഘടനകളുടെയും അവർക്കാണല്ലോ ഈ പ്രശ്നം എന്ന് പറയുന്നത്. പുതിയ പാഠ്യപദ്ധതി വരിക, സ്ത്രീകളുടെ ഈ ഇത് കൂട്ടുക, 21 വയസ്സാക്കുക അവരുടെ വിവാഹപ്രായം. അപ്പൊ അവരുടെ ഒരു വലിയ എന്ത് വന്നാലും ഇത് എന്നെ കുറിച്ചാണ്, എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ്, എന്നെ തകർക്കാനാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു ടീമാണ് സുഡാപ്പികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കാണ് ഈ പ്രശ്നം. NEP വരുന്നു, PM ശ്രീ വരുന്നു. അപ്പൊ ഇതിൽ ഒപ്പിടുമ്പോ പോരാത്തതിന് ഈ തെരഞ്ഞെടുപ്പ് കൂടെ വരികയാണ്. അപ്പൊ ഇതിൽ ഒപ്പിട്ട് കഴിയുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത ഉണ്ടാകുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ എതിർക്കണം, അല്ല CPI നിങ്ങൾ ഞങ്ങളെ എതിർക്കണം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു പ്രതിരോധത്തിലായതുപോലെ അഭിനയിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ CPI ഇതിന് അനുകൂലമാണ്. അതിന്റെ ഉദാഹരണമാണ് ഈ NEP ഇവരുടെ സർവകലാശാലയിൽ, ഇവർ നിയന്ത്രിക്കുന്ന സർവകലാശാലയിൽ നടപ്പിലാക്കിയത്. അങ്ങനെ അവസാനം ഒരു PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിക്കുന്നു. ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ. ജന്മത്ത് നടക്കുന്ന കാര്യമല്ല കേട്ടോ ഇത്. ജന്മത്ത് നടക്കില്ല, ഇനി ഇവർക്കും അറിയാം. അപ്പൊ ഇത് വിശ്വസിക്കാൻ ആളുണ്ട്. ഇത് സുഡാപ്പികളോട് പറയുമ്പോൾ ഞങ്ങൾ പിൻവാങ്ങാണെന്ന് പറയുമ്പോൾ സുഡാപ്പികൾക്ക് ഒരു ആശ്വാസം, അവർ പിൻവാങ്ങി. നടക്കില്ല ഈ സാധനം. ഇത് ആരെയാണ് പറഞ്ഞ് പറ്റിക്കുന്നത്? ഇത് ഉദാഹരണത്തിന് നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി ഇവിടെ കേരളത്തിൽ നടപ്പാക്കില്ലെന്നങ്ങ് പറയുമ്പോൾ ജനങ്ങൾ അങ്ങ് വിശ്വസിക്കുക നടപ്പിലാവില്ലെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രബുദ്ധ കേരളം തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ 256 പ്രകാരം ഈ സംഭവം നടപ്പിലാക്കിയില്ലെങ്കിൽ, രാഷ്ട്രപതി ഒപ്പിട്ട ഒരു നിയമം ഇവിടെ നടപ്പിലാക്കിയില്ലെങ്കിൽ പിണറായി വിജയന്റെ കസേര തെറിക്കും. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദ്യോഗസ്ഥരെ തന്നില്ലെങ്കിൽ, അതായത് SIR നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരെ തന്നില്ലെങ്കിൽ ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. ഞങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ കൊടുക്കില്ലെന്ന് ആദ്യം പറഞ്ഞത്, ജനങ്ങളോട് പറഞ്ഞതാട്ടോ. ഞങ്ങൾ ഉദ്യോഗസ്ഥരെ കൊടുക്കില്ല, നിങ്ങൾ വിഷമിക്കണ്ട, ബംഗാളികളൊക്കെ ഇവിടെ കാണുമെന്ന് പറഞ്ഞതാ. PM ശ്രീ പദ്ധതിയിലാണെങ്കിലും അവര് പറഞ്ഞത് ഞങ്ങൾ ഇതാ MOU മരവിപ്പിക്കാൻ പോകുന്നു. അപ്പൊ ശിവൻകുട്ടിയോട് ചോദിച്ചു, പിന്നെ എന്തിനാ അത് ഒപ്പിട്ടത് എന്ന് ശിവൻകുട്ടിയോട് ചോദിച്ചു. അപ്പൊ ശിവൻകുട്ടി പറഞ്ഞത് അത് ഞങ്ങളുടെ ഒരു തന്ത്രമായിരുന്നു, ഈ പൈസ മേടിച്ചെടുക്കാനുള്ള തന്ത്രം, ഇനി ഞങ്ങൾ അത് മരവിപ്പിക്കും. എന്ത് ചേട്ടാ, ഇത് എന്തൊരു നാടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതോ സിനിമയിൽ ജഗതി പറയും പോലെ, എന്തിനാ കുനിഞ്ഞത്? നിവരാൻ വേണ്ടി കുനിഞ്ഞതാ എന്ന് പറയും പോലെ, എന്തിനാ ഒപ്പിട്ടത്? റദ്ദാക്കാൻ വേണ്ടി ഒപ്പിട്ടതാ എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ അതിദാരിദ്ര്യത്തിൽ എന്താ ചേട്ടന്റെ ഒരു ടേക്ക്? അത് നമുക്ക് അറിയണം. നമ്മുടെ കേരളത്തെ കുറിച്ച് നമ്മൾ അറിയപ്പെടുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ദൈവത്തിന് ലോകത്ത് എവിടെങ്കിലും ഒരിടത്ത് ഒരു സ്വന്തമായ സ്ഥലമുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ്.
ആ ദൈവത്തിന്റെ തുണയിൽ മാത്രം പോകുന്ന ഒരു സംസ്ഥാനമാണ്. അദ്ദേഹം കൂടി കൈവിട്ടാൽ ഇത് അറബിക്കടലിൽ പോകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ഇവിടെ മറ്റൊരു സംസ്ഥാനത്തിലും കാണാത്ത ചില പ്രത്യേകതകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ചില എന്താണ് പറയുക, വിശുദ്ധന്മാരുണ്ട്. സാധാരണ ക്രിസ്ത്യൻ വിഭാഗത്തിനിടെയാണ് വിശുദ്ധന്മാര്, ചാവറയച്ചനെയൊക്കെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ കുറഞ്ഞത് ഒരു 3 വിശുദ്ധന്മാരെങ്കിലും കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുണ്ട്. വിശുദ്ധന്മാരോ ഇല്ലെങ്കിൽ അതിനെ അവതാരങ്ങളോ പറയും. ഹിന്ദു പുരാണം അനുസരിച്ച് അവതാരങ്ങൾ എന്ന് പറയും. ഇസ്ലാമികമാണെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ ആ പ്രചാരകന്മാർ എന്ന് പറയില്ല, ആ ഒരു രീതിയിലേക്ക് പറയും. അങ്ങനെ 3 വിഭാഗങ്ങളും ഉണ്ടല്ലോ, ഇത് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ 3 പേരുണ്ട്. അതിൽ ഏറ്റവും മിടുക്കൻ ശ്രീ പിണറായി വിജയനാണ് എന്ന് പറയേണ്ടി വരും. അതായത് ജനങ്ങളെ ഇത്രത്തോളം ഭംഗിയായി ഒരു സ്വപ്ന ലോകത്തേക്ക് നയിച്ച്, ഒരു മാസ്മരിക ലോകത്തേക്ക് നയിച്ചുകൊണ്ട് 2 വർഷം തുടർച്ചയായി ഭരിക്കുകയും 3-ാം വർഷം ഈസി വാക്ക് ഓവർ എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്ത അദ്ദേഹം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും നല്ല ഒരു അവതാരം. ഒരുപക്ഷെ ഭാവിയിൽ അദ്ദേഹത്തെ ഒരു ദൈവമായി കമ്മ്യൂണിസ്റ്റുകാർ ആരാധിച്ചാലും തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഈ കേരളം പോലൊരു സ്ഥലത്ത് തുടർച്ചയായ ഒരു ഭരണം സ്വപ്നം കാണാൻ കഴിയാത്തൊരു സ്ഥലത്താണ് അദ്ദേഹം തുടർച്ചയായി 2 ടൈം ഭരിച്ചതെന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനമാണ്. ഈ ദിനത്തിൽ അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമെന്ന്. എന്താണ് അതിദാരിദ്ര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് അതിദാരിദ്ര്യത്തിനായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ, വരുമാനം ഉണ്ടാകണം, ഒരു നിശ്ചിത ശതമാനം വരുമാനം, ആരോഗ്യ സമ്പുഷ്ടമായ ഒരു ആളുകള്, വിദ്യാഭ്യാസം ഉണ്ടാകണം, സ്വന്തമായി വീടുണ്ടാകണം തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് ഈ പറയുന്ന അതിദാരിദ്ര്യത്തിന്റെ മാനദണ്ഡമായിട്ട് വെച്ചിരിക്കുന്നത്. വേൾഡ് ബാങ്കിന്റെ 2011-2012 കണക്കനുസരിച്ചിട്ട് 27.1% ഇന്ത്യയിലെ അതിദരിദ്രരുടെ എണ്ണം. 2011-12 വേൾഡ് ബാങ്കിന്റെ കണക്കാണ്. കൃത്യമായിരിക്കും, കാരണം അവരാണല്ലോ പൈസ തരേണ്ടത് പല പ്രൊജക്റ്റിനും. 2022-23 വന്നപ്പോൾ, അതായത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം, 2022-23 വന്നപ്പോൾ ഈ 27.1% നിന്നും 5.3% രാജ്യത്തിന്റെ അതിദാരിദ്ര്യം മാറി. 5.3 നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. 28 സംസ്ഥാനമുണ്ട് ഈ രാജ്യത്ത്. അവിടുത്തെ അതിന്റെ കണക്ക് 5.3. ഇനി ഗ്രാമങ്ങളിലേക്ക് വന്നാൽ 18.4% നമ്മുടെ ഗ്രാമങ്ങളിലെ അതിദരിദ്രരുടെ എണ്ണമെങ്കിൽ ഇപ്പോഴത് 2.8% മാറിയിരിക്കുന്നു. ഇത് രാജ്യത്തിന്റെ കണക്കാണ് ഞാൻ ഈ പറയുന്നത്. നഗരങ്ങളിലേക്ക് വരുമ്പോൾ അത് 10.7 നിന്ന് 1.1% മാറിയിരിക്കും. നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് മഹാരാഷ്ട്രയിലെ ധാരാവി എന്ന് പറയുന്ന ഒരു ചേരി, അത് ഇപ്പോൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇത്. അപ്പൊ ഈ നഗരങ്ങളിലെ എങ്ങനെയാണ് അതിദരിദ്രം ഈ നഗരങ്ങളോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷനോടൊക്കെ ചേർന്ന് ചേരി പ്രദേശങ്ങൾ രൂപപ്പെടാറുണ്ട്. നമ്മുടെ രാജ്യത്ത് എവിടെ പോയാലും അത് കാണുമായിരുന്നെങ്കിൽ ഇന്ന് ആ കാഴ്ചകൾ വളരെ കുറവാണ്. അതാണ് 1.1 ആയിട്ട് മാറിയിരിക്കുന്നത്. ഇനി അതിദരിദ്രരുടെ എണ്ണം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ, ഒന്ന് ബീഹാർ, മറ്റൊന്ന് ജാർഖണ്ഡ്, പിന്നെ ഉള്ളത് വെസ്റ്റ് ബംഗാളും കേരളവും. ഈ 4 സംസ്ഥാനങ്ങളാണ്. അതിൽ കേരളമായിരുന്നു ഏറ്റവും കുറവ് അതിദരിദ്രരുള്ളത്. അതായത് 1% താഴെ ആയിരുന്നു. അതായത് അതിദരിദ്രർ ഏറ്റവും കൂടുതലുള്ളത് 4 സംസ്ഥാനം, അതിൽ ഒരു സംസ്ഥാനം കേരളമാണ്, അത് 1% താഴെയായിരുന്നു. മറ്റൊന്ന് വെസ്റ്റ് ബംഗാൾ, ഒന്ന് ജാർഖണ്ഡ്, ഒന്ന് ബീഹാർ. അപ്പൊ അതിനർത്ഥം എന്താണ്? ബാക്കി ചില സംസ്ഥാനങ്ങളെങ്കിലും അതിദരിദ്രരുടെ ഇതിൽ മറികടന്നിട്ടുണ്ട് എന്നല്ലേ? അതാണ് അതിന്റെ അർത്ഥം. അത് തന്നെയാണ്. 2021 ഒരു എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രൊജക്ട് കൊണ്ടുവന്നു. അപ്പോ അതായത് ഒരു നിശ്ചിത വരുമാനമൊക്കെ ഉണ്ടാകണം. ആ വരുന്ന സമയത്ത് ചില സർവേകൾ നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 5,04,964 പേർക്ക് ഭൂമിയോ വീടുമൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലായിരുന്നു. ഭൂമിയുണ്ട്, പക്ഷെ വീടില്ലാത്തവരായിട്ട് 3,36,868 പേരും ഈ കണക്ക് പ്രകാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു, അങ്ങനെ ആരുമില്ല. അതിന് ഇപ്പൊ ഇവരെടുത്തിരിക്കുന്ന ഒരു മാനദണ്ഡം, ഇവർ പറയുന്നു 3 നേരം ഭക്ഷണം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. ഈ 3 നേരം ഭക്ഷണം കിട്ടണമെങ്കിൽ ആരും വീട്ടിൽ കൊണ്ട് വാങ്ങിക്കൊടുക്കത്തില്ല. പകരം ഇവരതിന് പറയുന്ന ഭംഗിയുള്ള ഒരു വാക്കാണ്, 3 നേരം ഭക്ഷണം ഉറപ്പാക്കി എന്നാണ് പറയുന്നത്. ഉറപ്പാക്കി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ അതിദരിദ്രർക്കുള്ള ധാന്യ വിതരണം ഇപ്പോഴും അനസ്യൂതം തുടരുകയാണ്. കോവിഡ് കാലത്ത് തുടങ്ങിയത്, നിർത്തിയിട്ടില്ല. അപ്പൊ അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ക്രൈറ്റീരിയ അത് ഓക്കെ ആയി, പാസ്സായി. അതാണ് ഈ BJP-ക്കാർ പറയുന്നത് കേന്ദ്രത്തിന്റെ ആണെന്ന് പറയുന്ന കാര്യമുണ്ട്. ഇതാണത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ എല്ലാവർക്കും വീടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി വീട് ഇല്ലാത്തവർ കേരളത്തിലില്ല. അപ്പൊ ഇനി കേന്ദ്രത്തെ കുറ്റം വന്നിട്ട് കാര്യമില്ല, എല്ലാവർക്കും വീടായി കഴിഞ്ഞല്ലോ. വീടായി, ദാരിദ്ര്യം മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള സംസ്ഥാനത്ത് ഇനി പ്രത്യേകിച്ചൊന്നും കേന്ദ്രം ചെയ്ത് കൊടുക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇനിയും അതിദാരിദ്ര്യത്തിൽ കിടക്കുന്ന ബീഹാറിലും ജാർഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെയാണ് കൂടുതൽ പദ്ധതികൾ
കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. സ്വാഭാവികമായി അങ്ങനെയാണല്ലോ. കാരണം ഇനി ഇതിന്റെ പേരിലുള്ള വീടിന്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഒക്കെ അതിന്റെ ഒരു ആവശ്യമുണ്ട്, വലിയ രീതിയിൽ അതിന്റെ ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക്. പ്രതിപക്ഷം ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി സഭ ബഹിഷ്കരിച്ച് പോയി എന്നുള്ളതല്ലാതെ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കണക്കില്ല, ഭരണപക്ഷത്തിന്റെ കയ്യിൽ കണക്കില്ല. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷവും ഒപ്പം തന്നെ കണക്കും കഴിയുമില്ലാത്ത ചില അമ്പല കമ്മിറ്റിക്കാരെ കണക്ക് ഒരു സർക്കാരും. കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം നടത്തും, ഉത്സവം കഴിഞ്ഞിട്ട് ഉത്സവം നടത്തി കഴിഞ്ഞിട്ട് കമ്മിറ്റി വിളിച്ചിട്ട് കണക്കവിടെ അത് എലി കരണ്ടുപോയി, ഇല്ലെങ്കിൽ കാണാനില്ല, ഇല്ലെങ്കിൽ എന്നിട്ട് ഇത് എന്ത് ചെയ്യും? ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിട്ട് ഒരു പേപ്പറിനകത്ത് ഒരു കണക്ക് ഒപ്പിച്ചുകൊണ്ടെങ്കിൽ വരും, ഇത്ര ചെലവ് ഇത്ര എന്ന് വരും. ചില ആൾക്കാർ പേപ്പറിലും ഇല്ല, ബില്ല് എവിടെയും ചോദിക്കുമ്പോൾ ബില്ല് തരാൻ നീ ആര് ബില്ലാതെ, നമ്മുടെ കയ്യിൽ ബില്ലൊന്നും ഇല്ല, നമ്മൾ വായിൽ എഴുതി കൂട്ടുമെന്ന് പറയും. അങ്ങനെയാണ് ചില ആൾക്കാർ, സകല വായിൽ എഴുതി കൂട്ടും. അപ്പൊ ഇത് എന്ത് പറ്റുന്ന വെച്ചാൽ പിണറായി വിജയനെ സംബന്ധിച്ച് ഇത്രത്തോളം ഭാഗ്യവാനായിട്ടൊരു നേതാവ് കേരളത്തിൽ വേറെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഒരു റിസ്ക്കും ഇല്ലാതാണ് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. സാധാരണഗതിയിൽ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഏറ്റവും വലിയ ഗിമ്മിക്ക് കാണിച്ചിട്ടുള്ള നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയും കേക്കറനായിരുന്നു ഒക്കെയാണ്. പക്ഷെ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷം, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് സെക്രട്ടറിയുടെ വാതൊക്കെ പോയി ഗോഗോ വിളിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾക്കിടയിലേക്ക് ഇതിന്റെ പ്രതിഷേധം എത്തണ്ടേ? അതില്ല. അപ്പം ഈ എന്താണ്, പ്രതിപക്ഷ പാർട്ടികൾ അതിന്റെ ധർമ്മം പൂർണ്ണമായി വിട്ടിരിക്കുന്നു. മാധ്യമങ്ങൾ പണ്ട് തൊട്ടേ, അതായത് വലിയ പരസ്യമാണ് ഈ PRD കിട്ടുന്നത്, കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ഈ മാധ്യമങ്ങൾ കിട്ടുന്നത്. മാധ്യമങ്ങൾ പണ്ടേ ഈ ഭരണപക്ഷത്തോട് ചേർന്ന്, അത് എല്ലാ കാലവും ഭരണപക്ഷം വന്നു കഴിഞ്ഞാൽ ചേരും. പക്ഷെ ഈ ഇടതുപക്ഷം പ്രതിപക്ഷത്താകുമ്പോൾ കുറച്ച് മാധ്യമങ്ങളെങ്കിലും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ ഒരുപാട് കാലം മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ആളും കേരളത്തിലെ ഒരുപാട് സർക്കാരുകളെ കണ്ട ആളും അവരുടെ എല്ലാം വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തിയിട്ടുള്ള ഒരാളുമാണല്ലോ. അപ്പോ ഈ ഇടതുപക്ഷ സർക്കാരുകൾ വരുമ്പോൾ ഞാൻ പൊതുവെ കേട്ടിട്ടുള്ള ഒരു സംഭവം, ഇവർ വരുമ്പോൾ ഒട്ടും വികസനമില്ല, എന്നാൽ അഴിമതിയുണ്ട്. കോൺഗ്രസ് വരുമ്പോഴാണെങ്കിൽ അഴിമതിയും ഉണ്ട് വികസനവും ഉണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർ രണ്ടുപേരും മാറി 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 വന്നിരുന്നത് കൊണ്ടാണ് കേരളം ഈ ഒരു തലത്തിൽ പിടിച്ചു നിന്ന് പോയത്. ഇടതുപക്ഷം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേരളത്തിന് സംഭവിക്കുന്നത് ഈ ബംഗാളിന് സംഭവിച്ചതുപോലെയുള്ള ഒരു മൂല്യച്യുതിയായിരിക്കും. കാരണം കേരളത്തിന്റെ എല്ലാ ഇൻഡെക്സിൽ നിന്നും കേരളം താഴെ പോകും എന്നൊരു ഒരു വലിയൊരു ടാബു നമ്മുടെ നാട്ടിൽ നിന്നിരുന്നു. കാരണം ഇപ്പൊ ഇടതുപക്ഷം മൂന്നാമത്തെ ടേം അവർ വരാൻ പോവുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ടേം വരുമ്പോഴും കേരളത്തിന് ആ ഒരു മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കടമൊക്കെ 6 ലക്ഷം കോടി കഴിഞ്ഞു നമ്മുടെ, അത് വലിയ കണക്കാണ്. കാരണം 6 ലക്ഷം കോടി കഴിഞ്ഞു നമ്മുടെ കട, അതൊക്കെ അവിടെ നിന്നോട്ടെ. പക്ഷെ എങ്കിലും ഒരു സാധാരണ മനുഷ്യൻ, ഇപ്പൊ ഞാൻ റോഡിൽ ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് എന്താണ്? ഇപ്പൊ എന്റെ വീട് തിരുവനന്തപുരമാണ്. അപ്പം നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ, നമ്മൾ ഈ വഴുതക്കാട് കൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് അത്യാധുനിക രീതിയിലുള്ള റോഡുകളാണ്. ഞാൻ ബിജുചേട്ടനും കൂടെ ഒരു ദിവസം പോയപ്പോൾ ഞാൻ കാണിച്ചു, ബിജുചേട്ടൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മൾ കാറിൽ പോയപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, ചേട്ടാ ഈ റോഡ് നോക്കും. അപ്പൊ ചേട്ടൻ പറഞ്ഞു പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പൊ നോക്കൂ. പക്ഷെ അത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. അത് കേന്ദ്രത്തിന്റെ പദ്ധതിയും നമ്മുടെ കേരള സർക്കാർ കൂടെ. ഇനി അപ്പുറത്തെ നമ്മുടെ ഹൈവേ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് രസമുള്ള ഹൈവേകളാണ് നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? പിന്നെ ഈ PM ശ്രീ പദ്ധതി, ഇന്ന് ഞാൻ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. അതായത് 3ാം ക്ലാസ് തൊട്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി 3ാം ക്ലാസ് തൊട്ട് കുട്ടികളുടെ, അതായത് സ്കൂൾ കുട്ടികൾക്ക് AI പഠനം നടത്താൻ പോവുകയാണ്. അത് ഞാൻ ഈ അത്യാധുനിക ലാബ്, അതിവിടെ വരുമ്പോൾ ആരെ പദ്ധതിയാണ്? അത് പിണറായി സർക്കാരിന്റെ പദ്ധതി. കേരളം ആദ്യമായിട്ട് നടപ്പിലാക്കുന്നതല്ലേ പിണറായി പറയൂ, ഇല്ലേ? ഇവിടെയുള്ള BJP പോലും ചിലപ്പോൾ അറിഞ്ഞു കാണില്ല ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെന്ന്. നമ്മൾ ആ വാർത്ത ഇന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ AI ലാബുകൾ വരികയാണ്. ഇത് വരുമ്പോ തന്നെ ഇവർ പറയണ്ടേ, എടാ ഇത് നമ്മുടെ പദ്ധതിയാണ്, നമ്മളിതാ കൊണ്ടുവരാൻ പോകും. ഇത് വരുമ്പോ പിണറായി എന്താ പറയാ, അതിദാരിദ്ര്യം പോലെ ഇതാ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം AI പഠിപ്പിക്കാൻ ഒരുങ്ങും, ഇങ്ങനെയല്ലേ അവർ പറയത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ വികസനമുണ്ട്. പിന്നെ പിണറായി 3ാമത്തെ ടേമിൽ തുടർന്ന എന്താന്നുള്ള പ്രശ്നം. അപ്പൊ നമുക്ക് സ്വർണ്ണക്കടത്തൊരു പ്രശ്നമല്ല, നമുക്ക് മറ്റേ പഴത്തില് മറ്റേ സ്വർണ്ണക്കുരുവാണോ കടത്തുന്നത് എന്നുള്ളത് നമുക്കൊരു പ്രശ്നമല്ല. പിണറായി സൗദി പോയാലെന്താ, UAE പോയാലെന്താ, മകൾക്ക് വേണ്ടി എക്സാലോജിക്കില് അഴിമതി കാണിച്ചാൽ നമുക്കത് നമ്മൾ നോക്കുമ്പോൾ ഇതെന്താണ്, വികസനമുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പുരോഗമനത്തിന്റെ പേരിൽ പല കാര്യങ്ങളിലും കയറി മേയാനായിട്ട് സാധിക്കുന്നുണ്ട്, നല്ല സ്വാതന്ത്ര്യവും. ഇത്രയും പോരെ നമുക്ക്? അതാണ് എന്റെ ചോദ്യം. അതെ, ഈ ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യരംഗം എത്രത്തോളം ദുർബലമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? UP-യിലെ ഗംഗയിലെ ശവമൊഴുകുന്ന വാർത്തകളായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തിരുന്നത്.
അതിനുശേഷം പിന്നീട് അവസാനം ഇതിന്റെ ഫാക്ട് ചെക്ക് ഒക്കെ വന്നപ്പോ ഇങ്ങനെ ഒരു സാധനമില്ല, ഈ ചിത്രവും വ്യാജമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇതിന്റെ അതങ്ങ് തീർന്നിട്ട് അടുത്ത ഒരു വലിയ തള്ള് നമ്മുടെ കേരള സർക്കാർ നടത്തി. ക്യൂബയുമായി ചേർന്നിട്ട് നമ്മൾ 5 വാക്സിൻ ഫാക്ടറികൾ സ്ഥാപിക്കുമെന്ന് നമ്മുടെ മാധ്യമങ്ങൾ വലിയ തലക്കെട്ട് കൊടുത്തു. ഒരു ദിവസം ഫുള്ള് ചർച്ചയും നടത്തി. സത്യത്തിൽ അവന്മാർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ക്യൂബ എന്നെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയും നമ്മളാണ് അവർക്ക് ഈ കോവിഡിന് മരുന്ന് കൊടുത്തത്. നമ്മൾ ഈ സഖാക്കന്മാര് പണ്ട് പിരിച്ച് അരി കയറ്റിവിട്ട രാജ്യമാണ്. പട്ടിണിയായിട്ട് അരി കയറ്റിവിട്ടതാണ് ഇവിടുന്ന്. CPM-ന്റെ ഇതുണ്ട്, അരി കളക്ട് ചെയ്തിട്ട് ക്യൂബയുടെ പട്ടിണി മാറ്റാൻ. അവിടെ നിന്ന് അവർ വാക്സിൻ ഉണ്ടാക്കാൻ, നമ്മുടെ രാജ്യം തന്നെ വാക്സിൻ ഉണ്ടാക്കാൻ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് വിവിധ ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. അവിടെയാണ് കഞ്ഞി കുടിക്കാനും ഊതിക്കുടിക്കാനും ഊറിക്കുടിക്കാനും ഗതിയില്ലാത്ത ഒരു ക്യൂബയെ കുറിച്ച് അത് ഇവിടുത്തെ ജനം വിശ്വസിച്ചു. അതിനുശേഷം നടന്നെന്തായിരുന്നു? പിന്നീട് കണക്ക് വന്നപ്പോഴാണ് കണ്ടത് ഈ പാവപ്പെട്ടവർക്ക് ഈ മാസ്ക് വാങ്ങാൻ കൊടുത്തതിനകത്ത് എത്ര രൂപയുടെ വെട്ടിപ്പാണ് നടന്നത്? വലിയ വെട്ടിപ്പാണ് നടന്നത്. ഇവിടെ ആകെ ഞാൻ PP കിറ്റിനകത്ത് വലിയ വെട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇവിടെ ഞാൻ വലിയൊരു കാര്യം പറഞ്ഞുതരാം. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ അഴിമതി വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ടെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഈ അഴിമതി വലിയ രീതിയിൽ ചർച്ചയാക്കാറില്ല മാധ്യമങ്ങൾ. അതാണ് ഇവിടെ റിയൽ ആയിട്ട് നടക്കുന്ന ഒരു സാധനം, മാധ്യമങ്ങൾ നടക്കും. അപ്പൊ ഈ PP കിറ്റിന്റെ വിവാദം അങ്ങനെ കൊടുമ്പിരി കൊണ്ടുവന്നപ്പോഴത്തേക്കും അടുത്തൊരു വിഷയം എടുത്തിട്ട് അവരിട്ടു. അതായത് ഒന്നിനെ കവർ ചെയ്യാൻ ഒന്നിനെ ഇടുക. അതായത് നമ്മുടെ വീടിന് ഇല്ലെങ്കിൽ നമ്മുടെ കാറിന് കാക്ക തൂറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വിരുന്നുകാർ വരും, ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കവർ എടുത്ത് അതിന്റെ മുകളിലിടും, ഇല്ലെങ്കിൽ ഒരു തുണി എടുത്ത് മുകളിലിടും. അതാണ് ഇവിടെ നടക്കുന്ന പണി. ഒരു വലിയ വാർത്തയെ വേറൊരു വാർത്ത കൊണ്ട് മൂടുകയാണ് ഇവിടെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി. അത് കാലാകാലങ്ങളായിട്ട് ഇപ്പോഴീ യൂട്യൂബും ഓൺലൈനുകളും ഒന്നും ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ സത്യത്തിൽ കേരളം തന്നെ മറിച്ച് വിറ്റാൻ ഇവിടെ. ഉദാഹരണം ഉണ്ടല്ലോ, വ്യാജ വാർത്തകളാണ് കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ മെസ്സി വരില്ല എന്നുള്ളൊരു വാർത്തയും അതിനകത്തുള്ള അഴിമതികളും പുറത്തു വന്നപ്പോൾ ഉടനെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ 1994 ഒരു കഥയും ഇല്ലാത്തൊരു വാർത്ത കൊണ്ടുവരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വരുമ്പോ പണ്ടേ കോടതി തള്ളിയ ശ്രീ കൃഷ്ണകുമാറിന്റെ പീഡനം എന്ന് പറഞ്ഞൊരു വ്യാജ വാർത്ത കൊണ്ടുവരുന്നു. ഇതൊക്കെ വ്യാജമാണെന്ന് കൃത്യമായിട്ട് അറിയാന്നുള്ള സാധനം ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്തോ അധപ്പതിച്ചു എന്ന് ആലോചിക്കുന്നത്. അതായത് ഈ നമ്മുടെ മാധ്യമങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആ നിലപാടില്ല, വയറ്റിപ്പിഴപ്പാണ് എല്ലാവരും. നമ്മുടെ വയറ്റിപ്പിഴപ്പനല്ല, നമ്മൾ അത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മാധ്യമപ്രവർത്തനം ചെയ്യുന്നത്. വയറ്റിപ്പിഴപ്പ് തന്നെ. കാരണം നമുക്ക് അറിയാവുന്ന പണി ഇതാണ്. PG ഒക്കെ എടുത്തു കഴിഞ്ഞ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള പണി ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതേ ചെയ്യാൻ കഴിയും. നമുക്ക് ഒരു പണി, അതല്ലാതെ വെറുതെ വന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും വ്യാജ വാർത്ത കൊടുക്കില്ല, നമ്മൾ ക്രെഡിബിൾ സാധനങ്ങൾ മാത്രമേ കൊടുക്കൂ. വ്യാജം എന്ന് പറഞ്ഞൊരു സാധനമില്ല, ഇല്ലാത്ത വാർത്ത ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കത്തില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ PRD കേരളത്തിലെ ഒരു പത്രമുത്തശ്ശിക്ക് കൊടുക്കാനുള്ള തുക എത്രയാണെന്നറിയോ? PRDയിൽ അവരുടെ സർക്കാരിന്റെ പരസ്യത്തിൽ 1.5 കോടി രൂപയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ സർക്കാർ കൊടുക്കുന്നത്. അപ്പൊ അവര് സർക്കാരിനൊപ്പം നിന്നല്ലേ എഴുതത്തുള്ളൂ. ഇങ്ങനെ എത്ര കേസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനം സത്യത്തിൽ ഇവിടെ പ്രതിപക്ഷം ഏതാ ഭരണപക്ഷം ഏതാ എന്ന് ഒരു പിടുത്തവുമില്ല. കാരണം ഈ അനീതിക്കെതിരെ പോരാടുന്നതിന് പകരം അവർ ചെയ്യുന്നത് ഫേസ്ബുക്കിൽ കുറെ പോസ്റ്റ് ഇട്ട് ഗിമ്മിക്ക് കാണിക്കുക, ചാനൽ വന്ന് ഷോ കാണിക്കുക എന്നുള്ളതിലാണ് അവരുടെ ഒരു കാര്യങ്ങൾ. ഇവിടുത്തെ പഞ്ചായത്ത് തലം മുതൽ ആക്റ്റീവായിട്ട് സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചാൽ മാത്രമേ ഏതൊരു പാർട്ടിക്കും ജനങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ പറ്റൂ. സെക്രട്ടേറിയറ്റിന്റെ വാതൊക്കെ പോയി പെക്കൂത്രം കാണിച്ചാലോ മഴവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാലോ അതൊരു വാർത്ത മാത്രം, കണ്ടിരിക്കാൻ ഒരു സുഖമാണെന്നേ ഉള്ളൂ. അതിന്റെ അല്ലല്ലോ അതിന്റെ വിഷയങ്ങള്. അനവധി പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ 80% പ്രൊജക്റ്റും നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രൊജക്ടുകളാണ്. ഇതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിന് നന്നായി അറിയാം. പ്രതിപക്ഷത്തിന് എങ്ങനെ പെട്ടുപോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ച് ഭരിക്കുന്നത് ഇടതുപക്ഷവും കേന്ദ്രത്തിൽ BJP-യുമാണ്. അതായത് ചെകുത്താനും കടലിലും ഇടയ്ക്ക് പെട്ടൊരു പ്രതിപക്ഷത്തിന് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയില്ല. ഇനി പിണറായിയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി BJP-യെ സഹായിക്കില്ലേ എന്നതല്ലേ എന്നാരെങ്കിലും ചോദിക്കും. ഇപ്പൊ ഉദാഹരണം പറയാം, VD സതീശന് പറയാൻ ആഗ്രഹമുണ്ട് ഇത് കേന്ദ്ര പദ്ധതി അല്ലേ എന്ന് VD സതീശന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മോദിക്ക് വോട്ട് പോയില്ലേ. അപ്പൊ കോൺഗ്രസിന് എന്ത് പറ്റും? അതും നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ല, നമ്മൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷം. ഇത് നന്നായി പിണറായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, മുസ്ലിം വോട്ടുകൾ. ആ വോട്ടാണ് ഒരു ഒരു ടാർഗറ്റാക്കി നിർത്തിയിരിക്കുന്നത്. ഈ ടാർഗറ്റ് കാണിച്ചുകൊണ്ടാണ് ഈ ടാർഗറ്റിലാണ് ഈ പ്ലാവല ഇങ്ങനെ തൂക്കിയിടുമല്ലോ ആടിന്റെ മുമ്പിൽ എന്ന് പറയുന്നൊക്കെ അവസ്ഥയിലാണ്. അതുകൊണ്ട് എന്ത് പറ്റും? ഇടതുപക്ഷം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മുസ്ലിമിന് എതിരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഇറങ്ങും.
അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, എന്ത് കാര്യത്തിന്റെ അറ്റത്തും ഇവരൊരു മുസ്ലിം ബന്ധം കൊണ്ട് കണക്ട് ചെയ്യും. ആര്? ഈ പറയുന്ന ഇടതുപക്ഷം തങ്ങളെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് അവർക്കൂടെ ഗുണപ്പെടുന്നതാണെന്നുള്ളത്. ഇനി ഇന്നലെ അതിലും വലിയൊരു വാർത്ത വന്നത്, ഇവിടെ കത്താൻ പോകുന്നേ ഉള്ളൂ കേരളത്തില്. ഈ ഇന്നലെ ഒരു നമ്മുടെ ദേശീയ പിന്നോക്ക കമ്മീഷന്റെ ചെയർമാന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ മതത്തിൽപ്പെട്ട പിന്നോക്കക്കാർക്കൊന്നും സംവരണം കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അതെടുത്ത് കളയണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൽ കത്താൻ പോകുന്ന സാധനമാണ് അടുത്തത്. അപ്പം ഇതാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും ഈ ഗുരു സിനിമയും ഇപ്പോഴത്തെ കേരളവും തമ്മിൽ വളരെ അധികം ഐക്യപ്പെട്ടു പോകുന്ന ഒരു ചിത്രമാണ്. കാലത്തിന് മുൻപേ സഞ്ചരിച്ചൊരു സിനിമയാണ് ഗുരു. അതിനകത്തൊരു ഇലാവ പഴം കഴിച്ചിട്ട് ഒരു ഗ്രാമത്തിലുള്ള ഒരു നാട്ടിലുള്ളവരുടെ മുഴുവൻ അന്ധത വരുന്നതും അവിടുത്തെ രാജാവ് ഭരിക്കുന്നതുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലാവ പഴമാണ്. അത് എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇലാവ പഴം പിണറായി ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് കിറ്റിന്റെ രൂപത്തിലായിരുന്നു. ഇത്തവണ 7000 രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇലാവപ്പഴം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ പൈസ കൊടുക്കും, 2-3 മാസത്തേക്ക് കൊടുക്കും. ഇലക്ഷൻ ഇപ്പൊ അധികം സമയമൊന്നുമില്ലല്ലോ, 3-4 മാസത്തെ മുറുക്കി കൊടുത്താലും ഈ പൈസ കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇലാവപ്പഴത്തിന്റെ എഫക്ട് തീരും. പക്ഷെ അപ്പോഴും ജനത്തിന് പ്രതികരണമില്ല. അവരപ്പോഴും യോഗിയെ കുറിച്ച് ചർച്ച ചെയ്യും, മോദിയെ കുറിച്ച് ചർച്ച ചെയ്യും, ട്രംപിനെ കുറിച്ച് ചർച്ച ചെയ്യും, ഹമാസിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഈ കേരളത്തിൽ എന്തെങ്കിലും കാര്യം ചർച്ച ചെയ്യുന്നുണ്ടോ? ഇനി 2 തരം വികസനമാണ് ഒരു സംസ്ഥാനത്ത് നമുക്ക് പറ്റുന്നത്. ഒന്ന് വിസിബിൾ ആയിട്ടുള്ള വികസനം. ഞാൻ ധനുഷിനോട് ചോദിക്കുന്നു, ഒരു 3 വികസനം വിസിബിൾ ആയിട്ട് സംസ്ഥാന സർക്കാർ ചെയ്തത് പറയാൻ കഴിയുമോ? ഒന്നുമില്ല. ചോദിച്ചു കഴിഞ്ഞാല് എല്ലാം കേന്ദ്രത്തിലല്ല. അതാ ഞാൻ പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ എന്ന് പറഞ്ഞ് ഒന്നും കാണിക്കാനില്ല, പക്ഷെ സംസ്ഥാന സർക്കാരിന് കാണിക്കാനുണ്ട്. അതാണ് വ്യത്യാസം. ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. സംസ്ഥാന സർക്കാരിന് വികസനം കാണിക്കാനുണ്ട്, പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ എന്ന് പറഞ്ഞ് കാണിക്കാനില്ല. ഞാനൊരു 3 വികസനം ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം, വിസിബിൾ ആയിട്ടുള്ളത്. NH66 വിഴിഞ്ഞം പദ്ധതി, ഒപ്പം തന്നെ ഈ ടെർമിനലിന്റെ പദ്ധതി, വന്ദേ ഭാരത് ഉൾപ്പെടെ റെയിൽവേ മേഖലയിലെ വികസനം. 3 നമ്മുടെ എനിക്ക് പെട്ടെന്ന് വന്ന 3 കാര്യങ്ങൾ. ഇത് സംസ്ഥാനത്തിന് അവരുടെ പദ്ധതിയായിട്ട് അവതരിപ്പിക്കാമല്ലോ. അത് അവതരിപ്പിച്ചാലും വിശ്വസിക്കാൻ ആളുണ്ട്. അംഗനവാടിയിൽ ബിരിയാണി കൊടുക്കുന്ന പദ്ധതി അത് സംസ്ഥാനത്തിന്റെ ആണോ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിരുന്നു കേട്ടോ. ആ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ട് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് അവർ പറയുന്നു ഇപ്പൊ ബിരിയാണി പോയിട്ട് പയറും കഞ്ഞിയും പോലും ഇല്ല, കാരണം കേന്ദ്രം ഫണ്ട് വരുന്നില്ല. അതിങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതും കേന്ദ്രത്തിന്റെ ഫണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. കേന്ദ്രത്തിന്റെയാണ് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഫണ്ട്, പിന്നെ ഈ പറയുന്ന അംഗനവാടി ടീച്ചർമാർക്ക് ഉൾപ്പെടെ കൊടുക്കുന്ന ഫണ്ട്, ഒപ്പം തന്നെ തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുന്ന ഫണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ തൊഴിലുറപ്പുകാരൊന്നും ഇപ്പൊ ഇവര് വിളിച്ചാൽ പോകാത്തതിന്റെ കാര്യം അതാ. അവർക്ക് വകുപ്പ് വേറെയാണ്. ഇങ്ങനെ പോകുന്നുണ്ട് കാര്യങ്ങൾ. അത് മാത്രമല്ല, ഇപ്പൊ അംഗനവാടി ടീച്ചർമാരെക്കായാലും തൊഴിലുറപ്പുകാരെക്കായാലും ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വഴി 3 പേരെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം, എന്നാലേ പൈസ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ മോദിയെ തെറി വിളിക്കുക, മോദിയെ തെറി വിളിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ ഇങ്ങനെ നമുക്ക് പറ്റില്ല, കാരണം ഇവിടെ വിയർപ്പിന്റെ അസുഖമുണ്ട്. അത് സഖാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു തൊഴിൽ സംസ്കാരമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു, അതായത് ഈ നമുക്കിത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവര് സമരം ചെയ്യുന്നത് നോക്കണം. മുമ്പ് ഇവര് ഈ തൊഴിലുറപ്പുകാരെ കൊണ്ട് സമരം ചെയ്യിച്ച ഓർമ്മയുണ്ടോ? പണ്ട് എമൗണ്ട് കൂട്ടണം. അന്നാണ് തൊഴിലുറപ്പുകാർക്ക് മനസ്സിലാകുന്നത് കേന്ദ്രമാണ് ഈ ഫണ്ട് തരുന്നതെന്ന്. അതുവരെ അറിയത്തില്ലായിരുന്നു. സംസ്ഥാന സർക്കാരാണ് ഈ ഫണ്ട് തരുന്നതെന്ന് പറഞ്ഞിരുന്നു. കേന്ദ്രത്തിനെതിരെ നമ്മൾ എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് ചോദിച്ചു ഇവര്. അത് കേന്ദ്രമല്ലേ ഫണ്ട് തരുന്നത്, അവർ ഫണ്ട് തരുന്നില്ല, അതിനെതിരെ സമരം ചെയ്യുന്നത്. അപ്പൊ ഇത്ര നാൾ കേന്ദ്രമായിരുന്നു തന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? കേന്ദ്രം ഡയറക്റ്റ് കൊടുക്കാൻ തുടങ്ങി. ഈ പറയുന്ന അംഗനവാടി ടീച്ചർമാരെ കൊണ്ട് നടന്നിട്ട് അവരെ കൊണ്ട് സമരം ചെയ്യിച്ചു. ആർക്കെതിരെ? കേന്ദ്രത്തിനെതിരെ. എന്തുകൊണ്ട് സമരം ചെയ്യിച്ചു? കേന്ദ്രം ഫണ്ട് തരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ശമ്പളം തന്നുകൊണ്ടിരുന്ന ആരാ? അത് കേന്ദ്രമാണ്. ഞങ്ങൾ വഴിയാണ് തരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. പക്ഷെ ഇതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ ഇവിടുത്തെ BJPക്ക് പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഒരു പരാജയം തന്നെയാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. കാരണം അത് തുറന്നു കാട്ടേണ്ടതാണ് ഏതൊക്കെ പദ്ധതിയാണെന്ന്. ഏതാണ്ട് ഒരു 1 കോടി 1.25 കോടി പേര്, കേരളത്തിലെ 1.25 കോടി പേര് കേന്ദ്രത്തിന്റെ 205 പദ്ധതികളുടെ ഭാഗമാണ്. ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഒന്നുകിൽ ഈ കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമാണ്, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമാണ്, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതിയുടെ ഭാഗമാണ്. അങ്ങനെ 205 പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ 1.25 കോടി പേരുണ്ട്. അതിൽ വളരെ കൗതുകകരമായ കാര്യം, ന്യൂനപക്ഷ വിഭാഗത്തിനാണ് ഒരു വലിയ മെജോറിറ്റി അതിനകത്തും ഉള്ളത്. കാരണം അവർ കുത്തിയിരുന്ന് കണ്ടെത്തുകയും ചെയ്യും. ബാക്കിയുള്ളത് സഖാക്കളെ വീട്ടിലെത്തിക്കും, ഫോമും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ അവരതിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ കേരളത്തിൽ ഇന്ന് നടക്കുന്ന 80% കാര്യങ്ങൾ കേന്ദ്ര ഫണ്ടോടുകൂടി കേന്ദ്ര പദ്ധതികളാണ്. ഇത് വിവിധ സംസ്ഥാനങ്ങൾ, വെസ്റ്റ് ബംഗാൾ ആയാലും തമിഴ്നാടായാലും ഒക്കെ ഈ പദ്ധതികൾ അടിച്ചു മാറ്റി സ്വന്തം പേരിൽ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴാണ് കേന്ദ്രം ചില നിബന്ധനകൾ മുമ്പോട്ട് വെച്ചത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പേര് മാറ്റണം, രാജ്യത്തെല്ലായിടത്തും ഒറ്റ പേര് മതി, നിങ്ങൾക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പേര് മാറ്റത്തില്ലെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കുത്തിയിരുന്ന് വരച്ച് കഴുകി പേരും മാറ്റി പെയിന്റും മാറ്റി. രണ്ടാമത് ഈ പിന്നെ വിദ്യാഭ്യാസ നയം, പൈസ വേണമെങ്കിൽ മുമ്പ് അതില്ലായിരുന്നു.
മുമ്പെന്ന് പറഞ്ഞാൽ കേന്ദ്രം ഫണ്ട് കൊടുക്കും, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയും. അപ്പം നയനാർ പാഠ്യപദ്ധതി എന്നോ EMS പാഠ്യപദ്ധതി എന്നും പറഞ്ഞ് നടത്താം. ഉമ്മൻചാണ്ടിയൊക്കെ പിന്നെ കോൺഗ്രസ്സുകാർക്ക് ഉമ്മൻചാണ്ടി പാഠ്യപദ്ധതി എന്നും പറഞ്ഞ് നടത്താം. ഇനി അത് പറ്റില്ല. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന എല്ലാ കാര്യത്തിനും ഇപ്പൊ റേഷൻ കടയിൽ ഫോട്ടോ വെക്കാൻ തുടങ്ങിയല്ലോ, ഇല്ലേ? മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ധനുഷും ഞാനും കൂടെ ചർച്ച ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു, എനിക്ക് 1 വർഷം മുമ്പ് അങ്ങനെ നമ്മൾ പറഞ്ഞത്. അത് വെക്കാതെ പറ്റില്ല, ഇപ്പൊ വെക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാം വരും ഇവിടെ. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, പിണറായി സർക്കാരിനെ. കാരണം കേന്ദ്രം, അതായത് മോദി മുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ മുണ്ടും മടക്കി കുത്തി പണിക്കിറങ്ങും പുള്ളി. അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ഇതായിട്ട് കണ്ടിരിക്കുന്നത് ഞാൻ. പൗരത്വ ഭേദഗതി നടപ്പാക്കത്തില്ലെന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ഇന്ത്യയിൽ തടങ്കൽ പാളയം പണിത 2ാമത്തെ സംസ്ഥാനം കേരളമാണ്. പാഠ്യപദ്ധതി നടപ്പാക്കി, അതിപ്പോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ് എന്താണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പേര് മാറ്റിയില്ലേ, ഇല്ലേ? പിന്നെ ഇപ്പൊ എന്താ ഏർപ്പെടുത്തുന്നതിന് വലിയ പ്രശ്നം ഉണ്ടാക്കിയത് അമിത്ഷാ ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇവിടെ തുരുതുരാ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. UAPA നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞപ്പോ, സീരിയസ്ലി UAPA നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞപ്പോ ഇവിടെ ആദ്യം നടപ്പിലാക്കിയത് കേരളത്തിലാണ്. മറ്റേ അലനും താഹയും കേസിൽ UAPA എടുത്ത് അവരെ ചുമത്തി അവരെ അകത്തിട്ടു. ഇവിടെയുള്ള കമ്മി സാംസ്കാരിക നായകര് മുണ്ടൂരി തലയെ കെട്ടി പിണറായി വിജയന്റെ കാല് പിടിച്ചിട്ട് പോലും അവരെ പിടിച്ച് പുറത്തു വിട്ടിട്ടില്ല. വളരെ വലിയ ഭീകരമായിട്ടുള്ള രീതിയിലാണ് UAPA ഇവിടെ നടപ്പാക്കിയത്. പോരാത്തതിന് ഈ നക്സലുകളെ എന്തോരം ആൾക്കാരെ ഇവിടെ വെടിവെച്ച് വന്നത്. ഇനി ഞാൻ സാധാരണപ്പെട്ട പ്രേക്ഷകരോടൊന്ന് പറയാം, നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ ഏറ്റവും എളുപ്പത്തിൽ കാണാൻ പണി. നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു സ്മാർട്ടായിട്ടുള്ള അംഗനവാടികൾ കാണുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈ സർക്കാർ കേന്ദ്ര ആയുഷ്മാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ആ പേരുൾപ്പെടെ നിങ്ങളൊരു നല്ല പദ്ധതി കാണുന്നെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനെയാണ്. നിങ്ങൾ പുറത്തോട്ടിറങ്ങി നീളത്തിൽ കാണുന്ന NH-66 കേന്ദ്ര സർക്കാരിന്റെയാണ്. ഒപ്പം തന്നെ ഈ ജൽവൈദ്യുതി ജൽജീവൻ പദ്ധതി പൈപ്പ് ലൈൻ ഇട്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിനെയാണ്. അതായത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിന് വേണ്ടിയിട്ട് ചെയ്ത പണിയെന്ന് വെച്ചാൽ മിനിമം ഒരു മനുഷ്യന് വേണ്ടത് 3 നേരം ഭക്ഷണമാണ്. അതിനാണ് ധാന്യങ്ങൾ ഫ്രീ കൊടുത്തത്. ഒപ്പം തന്നെ വീടുള്ള, പിന്നെ 2ാമത് വലിയ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ജൽ ജീവൻ പദ്ധതി. അത് എല്ലായിടത്തും നടപ്പാക്കി, അതും സംസ്ഥാനത്തിന്റെ പേരിലാണ് പോകുന്നത്. 3ാമത്തേത് എല്ലായിടത്തും വൈദ്യുതി, അതായത് സൗജന്യ വൈദ്യുതി ഉൾപ്പെടെയാണ് അത് പ്രഖ്യാപിച്ച് നടപ്പാക്കിയത്. അതാണ് മുമ്പ് MM മണിയാശാൻ പറഞ്ഞത്, ഇനി ആർക്കെങ്കിലും വൈദ്യുതി വേണോ, ഇത് സമ്പൂർണ്ണ വൈദ്യുതി ഉള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കേന്ദ്രത്തിന്റെ പദ്ധതിയുടെ പ്രകാരം വൈദ്യുതി ഇതാകുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ അനവധി പദ്ധതികളുണ്ട്. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കടമ, നമുക്കിത് ഇത്രയും പറയാനേ പറ്റൂ. അതിനപ്പുറത്തേക്ക് എത്തിക്കേണ്ട കടമയുള്ളവരത് എത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ പദ്ധതികൾ കൂടുതൽ ഇതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും മിടുക്കനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. യോഗി പോലും ചെയ്യുന്നതിനേക്കാൾ മുമ്പേ കാര്യങ്ങൾ ഭംഗിയായും വെടിപ്പായും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ കിട്ടില്ല. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കില്ല, അവരും BJP ആയിട്ട് ക്ലാഷ് ഉണ്ടായിട്ട് ഉള്ളതുകൂടെ കുളവാക്കി കളയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പ്രാവശ്യം കൂടെ പിണറായി വരും, അത് യാതൊരു തർക്കവും ഇല്ലാത്ത ഒരു കാര്യമാണത്.